ഹലോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു ഡേ ആണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലെ മോൻ മദ്രസയ്ക്ക് പോകാൻ വേണ്ടി എണീറ്റാണ് കേട്ടോ. അപ്പോൾ തന്നെ മോള് എണീറ്റിട്ടുണ്ട്. ഇവിടെ വന്ന ഉറക്കം വളരെ കുറവാണ്, നേരത്തെ എണീക്കും. അങ്ങനെ പിന്നെ അപ്പോൾ അവൻ്റെ കൂടെ പോകുന്ന വരെ അങ്ങനെ അവൻ്റെ കൂടെ അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പോയതിന് ശേഷം പിന്നെ ഉമ്മമ്മാൻ്റെ കൂടെയായി. ഉമ്മമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഓരോന്ന് പറച്ചിലൊക്കെ ആയിട്ട് ഉമ്മാക്ക് എടുക്കാൻ അങ്ങനെ പറ്റില്ല. എന്നാലും അവളിങ്ങനെ വാശി പിടിക്കും, എടുക്ക് എടുക്ക് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഉമ്മാൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് കളിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കിട്ടണമെന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ കിട്ടണം കേട്ടോ. വീണ്ടും പറയുകയാണ്, അതെനിക്ക് നിർബന്ധമാണ്. അതിലേക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കും. പക്ഷേ കാക്കുൻ്റെ വീട്ടിൽ നിന്ന് ആകുമ്പോൾ അങ്ങനെ കഴിക്കാനുള്ളൊരു സമയം നമുക്കില്ലല്ലോ. അതായത് ഒരു ഗ്ലാസ് ചായ അതെന്തായാലും കിട്ടണം, അത് കിട്ടിയാലും മതി എന്നുള്ള രീതിയാണ്. ഇവിടെ ആകുമ്പോൾ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഏറെക്കുറെ. അപ്പോൾ അങ്ങനെ റസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചായക്ക് അത് കൂട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എങ്ങനെ കുക്കറിൽ പത്തിരി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ വെള്ളം വെക്കുന്ന പോലെ തന്നെ ഉപ്പിട്ട് വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം വെക്കണം കേട്ടോ വെക്കുമ്പം. അങ്ങനെ അതിലേക്ക് തിളച്ചതിന് ശേഷം സാധാരണ നമ്മൾ മറ്റേൽ വാട്ടുന്ന പോലെ തന്നെ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഇളക്കി എടുക്കുക കേട്ടോ. നല്ലോണം കട്ട പിടിക്കാതെ നല്ലോണം അവിടെ ഇവിടെ എല്ലായിടത്തും വെള്ളം തട്ടുന്ന രീതിയിൽ മിക്സ് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ പൊടിയായിട്ട് അങ്ങനെ കിടക്കുകയെ. അങ്ങനെ പിന്നെ എല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുക്കർ അപ്പം തന്നെ അടച്ച് വെക്കുക. ആ ചൂടോടെ തന്നെ അടച്ച് വെക്കുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തോളൂ. എന്നിട്ട് ചൂടോടെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഇളക്കാനായിട്ട്. എന്നിട്ട് കുക്കറിൻ്റെ അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു ഒരു 10 മിനിറ്റ് ഇല്ല, എന്നാൽ 5 മിനിറ്റിൻ്റെയും കൂടുതലായിട്ട് അടച്ച് വെച്ചതിന് ശേഷമാണ് ഞാനത് തുറന്നത്. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇത് ഉണ്ടാക്കാൻ നിന്നാണേ. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കുഴക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റാവും. പൊടി ഒക്കെ നല്ലോണം ഇതായി കിട്ടും. ഒരുപാട് ഇങ്ങനെ കുഴച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ പച്ചവെള്ളം ഒന്ന് ഇടയ്ക്കൊന്ന് കയ്യുമ്മലാക്കിയിട്ട് സാധാ പച്ചവെള്ളം കേട്ടോ, കയ്യുമ്മലാക്കിയിട്ടാണ് ഒന്ന് കുഴക്കുന്നത്. അങ്ങനെ നന്നായിട്ട് അതെല്ലാ ഭാഗവും ഒന്ന് ഇതാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇന്നിപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് രാവിലെ അമ്മ പറഞ്ഞു പത്തിരി ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പം ഞാൻ എന്നാൽ ആ വീഡിയോ എടുക്കാം, എല്ലാവരും ചോദിക്കുകയും ചെയ്തിരുന്നല്ലോ, എല്ലാവർക്കും ഒന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇതിന് ഒരുങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാറ് നാത്തൂനാണ്. ഞാൻ പിന്നെ പരത്തി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യാൻ നിന്നുണ്ടായിരുന്നു കേട്ടോ. ചുട്ടത് നാത്തൂനാണേ. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരുപാടൊന്നും ഞാൻ കുഴച്ചിട്ടില്ല കേട്ടോ. കുറച്ചൊന്നും അങ്ങോട്ട് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ആകുന്ന വരെ ഞാൻ കുഴച്ചിട്ടുള്ളൂ. എന്നിട്ട് പത്തിരി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, പൊള്ളക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊന്ന് ഉരുളാക്കുക. ഞാൻ ഉരുളാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ ഷേപ്പാക്കാൻ നിൽക്കല് കേട്ടോ. എൻ്റെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഉരുട്ടി നല്ല ഷേപ്പാക്കിയിട്ടാട്ടോ ഉരുള എടുക്കുക. ഉരുള ഇങ്ങനെ എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ കയ്യിൽ വെച്ച് ഷേപ്പാക്കിയതിന് ശേഷമാണ് പരത്തുക. ഞാൻ അങ്ങനെ ഷേപ്പാക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പിച്ചേണ്ടിടും. നമ്മളെന്തായാലും പ്രസ്സിൽ അമർത്താനുള്ളതല്ലേ, പിന്നെ ഇപ്പോൾ പുറത്തുള്ളവർക്കും കൊടുക്കാനുള്ളതല്ലേ നമുക്കല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ആക്കാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ പിച്ചിയിട്ട് ഉരുളാക്കാറ് പോലുമില്ല. ഞാൻ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ പിച്ചിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടും. എന്നിട്ട് അങ്ങനെ പ്രസ്സിൽ പരത്താറാണ്. ഇപ്പോഴേ മോള് ഉണ്ടായതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ കുറച്ച് നേരം കിടക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം എന്നേക്കാൾ മുന്നേ അവൾ എണീക്കും. ഇവിടെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് അവൾക്ക് അങ്ങനെയൊന്നും കേട്ട് കഴിഞ്ഞാൽ അവൾ ഉറങ്ങൂല. അങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് വേഗം എണീക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും എണീക്കലാണ്, നിവർത്തിയില്ലല്ലോ. അങ്ങനെ പിന്നെ എന്നെ കിടക്കാൻ അയക്കൂല. അങ്ങനെ പിന്നെ ഞാനതൊക്കെ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രസ്സിലാണ് പരത്തിയത്. ചിലരൊക്കെ ഇങ്ങനെ പ്രസ്സിൽ പരത്തുമ്പോൾ ഒറ്റ തവണ അമർത്താറുള്ളൂ കേട്ടോ. പക്ഷേ എനിക്കെന്തോ 2 തവണ അമർത്തണം, അതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ലേ. ഒരു തവണ അമർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ പരക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തവണ പതുക്കെ ഒന്ന് അമർത്തും. രണ്ടാമത്തെ തവണ അമർത്തുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഭാരം വരില്ല. എന്നാൽ പത്തിരി നല്ല പരന്ന് വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചുടാൻ നിന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പത്തിരി പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ പത്തിരി പൊള്ളക്കോ സോഫ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു പലർക്കും ഡൗട്ട്. എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് കുക്കറിൽ വാട്ടുന്നതെന്ന് ചോദിച്ചിട്ട്. പിന്നെ യൂട്യൂബിലൊരു കമൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതാണ് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കുക്കറിൽ പത്തിരി ഉണ്ടാക്കാറ് കേട്ടോ. അത് കഴിഞ്ഞ് മോൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ. മറ്റവരൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അവർക്ക് തന്നെ താല്പര്യമില്ല, അപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ.
അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മോൻ വളർത്തുന്ന മീനാണ്. 2-3 മീനുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ചത്തു. ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ. ഇതോടെ ഇപ്പോൾ ഇവനെ വെള്ളം മാറ്റിയതാണ് കേട്ടോ. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. വെള്ളം മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഇത്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ മീനിന്. അവൻ തന്നെയാണ് ചെയ്യാറ്. വെള്ളം മാറ്റി കൊടുക്കലും തീറ്റ ഇട്ട് കൊടുക്കലും ഒക്കെ അവൻ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ. ഒരു വൈകുന്നേരം ആയപ്പം ഒരു 4 മണി 5 മണിയൊക്കെ ആയ സമയത്തുണ്ട് എടോ ചത്ത് കിടക്കുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായി. അവനക്ക് ഭയങ്കര സങ്കടമായിരുന്നേ. അവന് അതിൻ്റെ മൂഡ് ഓഫിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആരോടും മിണ്ടൊന്നും ചെയ്യാണ്ട് അങ്ങനെ. ഇനി നമുക്ക് വേറെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുടക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മോളെ കുളിപ്പിച്ചു. അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവളൊരു ഭാഗത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ ഞാൻ വല്ലാണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. അതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വല്ലാണ്ട് അങ്ങനെ കൊടുക്കാറില്ല. എന്നാൽ ചിലതൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ കാണുമ്പോഴൊക്കെ അവളിങ്ങനെ കാണുമെന്നല്ലാണ്ട് ഫോൺ അങ്ങനെ കൈക്ക് കൊടുക്കാറില്ല ഞാൻ കേട്ടോ. ഇവിടെ വരുമ്പോൾ പിന്നെ മക്കളിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പിന്നെ അവളെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണിയാണ് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ പിന്നെ ഉമ്മാക്ക് പിന്നെ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബിരിയാണി വാങ്ങിക്കണം. വേണ്ടാന്ന് പറഞ്ഞാലും ഉമ്മമാർ പിന്നെ അങ്ങനെയാണല്ലോ. ഞങ്ങൾ അവിടെ ഉള്ളൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾ ഉറങ്ങിയ സമയത്ത് ഞാനൊന്ന് നല്ലോണം ഒന്ന് കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഉമ്മറത്തൊന്നും ഇങ്ങനെ വന്നിരിക്കട്ടെ ഞങ്ങളെല്ലാവരും കൂടെ. ഉമ്മയാണ് പിന്നെ ആങ്ങളുടെ മോളുണ്ട്, നാത്തൂന് ഉണ്ട് കേട്ടോ. അവിടെ എൻ്റെ ഇപ്പുറത്തുണ്ട്. വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഉമ്മറത്തിരിക്കും കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ താത്ത കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോള് പിന്നെ ഇവിടെ വന്നവർ ആരെങ്കിലുമൊക്കെ കയ്യിലായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എടുക്കുന്നത്. പക്ഷെ അവൾ ചിലപ്പോൾ പോവും ചിലപ്പോൾ പോവില്ല അങ്ങനെ. ഇത് വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ ഒരുപാട് വേപ്പിൻ്റെ ഇല ഉണ്ട്, കറിവേപ്പില. അപ്പോൾ അവിടുന്ന് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവരാറുണ്ട് കേട്ടോ കുറേ അധികം. അങ്ങനെ അതവൻ കൊടുന്നാണ് എനിക്ക് കറിയിലിടാൻ. അങ്ങനെ വീട്ടിലും കുറച്ചെടുത്തു, ഞാനും കുറച്ച് കൊടുന്നു. ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ കുറച്ചധികവും അവിടുന്ന് താത്ത കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീണ്ടും കുറച്ച് നേരം ഇങ്ങനെ ഉമ്മറത്തൊക്കെ ഇങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിലെ താത്ത വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി മോൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഞാനും ഫുഡ് കഴിച്ചിട്ട് ഉള്ള സമയത്ത് എടുത്ത വീഡിയോ ആണിത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നിരുന്നോളൂ കേട്ടോ. ഇനി ടാറ്റ പോവാന്ന് പറയാണ് എന്നോട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഓക്കെ, ബായ്.